പ്രതിരോധത്തിന്റെ വളർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് സ്വന്തം അച്ഛനെ അമ്മയെ കുറിച്ച് ചിന്തിച്ചില്ല? ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ല? ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഇരുത്തണം. ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിലെ അറിവെന്നൊന്നും ധരിക്കരുത്. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. സാറിന് മാത്രമാണ് അറിവ്, ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് അറിവേ ഇല്ല, ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല. ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്നെ സംബന്ധിച്ചോളം ഒരു മീനിങ് ഇല്ലാത്തതാണ്. ലോകത്തിനെ മനസ്സിലാക്കാനും ഉപയോഗിക്കേണ്ട ആധുനികമായ ലോകവീക്ഷണങ്ങളുണ്ട്. ആ ലോകവീക്ഷണങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഡിബേറ്റ്. വേണ്ട, കളിയാക്കണ്ട. ഐഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐഡ്രോസ് മഹാപശ. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയൂ സാർ, ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയൂ. That's why in fact I took my decision to arrange the marriage. അങ്ങയുടെ ഫിലോസഫി അല്ലാതെ ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് ഒരു റിസർച്ച് പറയൂ. ഞാൻ അങ്ങനെ 10 റിസർച്ച് എടുത്തിട്ടുണ്ട്. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് അടക്കമുള്ള 10 റിസർച്ച്. അങ്ങയുടെ നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു റിസർച്ച് പറയൂ. എനിക്ക് ഈ മേഖലയിലകത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല. നീയേ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കുക, എന്നിട്ട് അതിൽ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും.